ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വൺ ബ്ലോക്ക് സീരീസിലെ പാർട്ട് 3 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ കുറേ സാധനങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീട് ബിൽഡ് ചെയ്ത് മെയിനായിട്ടാണ് ഈ സാധനം, ഈ മോബ് ഫാർമാണ്, നമ്മൾ XP ഫാമാണ് കേട്ടോ. ഇതാ ഇവിടെ നമുക്കിങ്ങനെ ഫൈറ്റ് ചെയ്യാം. കൊല്ല XP ഇങ്ങനെ എടുക്കുക. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ തന്നെ വന്നു. പക്ഷെ ഇത് കുറച്ച് അധികം സ്പെഷ്യലാണ് ഗൈസ്. ജസ്റ്റ് മിസ്, കുറച്ചധികം സ്പെഷ്യലാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഈ വീട്. ഇതാണ് സുഹൃത്തുക്കളെ എൻ്റെ ഈ വീട്. ഇവിടെ അങ്ങനെ ഗ്ലാസ് വരും, ഗ്ലാസ് വന്നിട്ടില്ല, പൂർത്തിയാക്കിയിട്ടില്ല. ഇവിടെയും ഗ്ലാസ് വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെയും ഗ്ലാസ് വരും. പിന്നെ ഇവിടെ ഒന്നുമില്ല. ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയ പ്ലാനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ മേലെ ഒരു ബിൽഡ് വരുന്നുണ്ട്. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. ഈ സ്റ്റോറേജ് റൂമിൻ്റെ മേലെ എൻ്റെ ഈ ഒരു പോസിൽ ഒരു സ്റ്റാച്ചു വരണം. അതാണ് ഗൈസ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് പാടാന്നറിയാം, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും. മിക്കവാറും നമുക്ക് ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും. അത് ഗൈസ് യാത്രയാണ്. നമുക്ക് വേഗം പോയി കിടന്നുറങ്ങാം. വീടിൻ്റെ അകത്തുനിന്ന് കിടന്നുറങ്ങാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിടന്നുറങ്ങാം. പിന്നെ ഗൈസ്, നമ്മൾ കോബിൾ സ്റ്റോണിൻ്റെ ഒരു അൺലിമിറ്റഡ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അതേ കാണും. നമുക്ക് ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ഇഷ്ടം പോലെ കോബിൾ സ്റ്റോൺ കിട്ടും. പൊട്ടിക്കാം, ഇഷ്ടം പോലെ കോബിൾ സ്റ്റോൺ കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു കോബിൾ സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ മേലെ വലിയൊരു റൂഫ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു പോസിലാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. പക്ഷേ എനിക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വലിയ നിശ്ചയമൊന്നുമില്ല. നമുക്ക് നോക്കിയോ ശ്രമിച്ചോ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ എന്തൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഗൈസ്, നമുക്ക് ഡയമണ്ട് കിട്ടി. ഒരു 2 ഡയമണ്ട് കിട്ടി. 1 ഡയമണ്ട് ഇങ്ങനെ വെച്ച് പിന്നെ ഗൈസ് ഓരോ സാധനങ്ങളും ഇങ്ങനെ വെച്ച് പോകാം. ഇനി നമുക്ക് ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുക. റെഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇതിൽ വേറെ പിക്കാക്സ് ഉണ്ടാവും. അതിൽ വേറെ പിക്കാക്സ് ഇരിക്കുന്നുണ്ട്. പക്ഷെ വുഡിൻ്റെ പിക്കാക്സ്. പിക്കാക്സ് ഉണ്ടാകണം. പിക്കാക്സ് ഉണ്ടായിട്ടുണ്ട്. സാധനങ്ങൾ കയ്യിലിരിക്കുന്നുണ്ട്. ഇത് വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. നമ്മളിങ്ങനെ ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് റെഡ് സ്റ്റോൺ പൊട്ടിക്കേണ്ടി വരും. റെഡ് സ്റ്റോൺ കിട്ടുമോ എനിക്കറിയില്ല കേട്ടോ. റെഡ് സ്റ്റോൺ ഇല്ല ഗൈസ്, കിട്ടില്ല. ഗൈസ് അയൺ റോക്ക്, പിന്നെ റോക്ക്. ഇതെന്താ പിന്നെ റോക്ക് എന്താ? പിന്നെ റോക്ക് ഇത്. പിന്നെ റെഡ് സ്റ്റോൺ ഉണ്ടാക്കാനായിട്ട് പൊട്ടിക്കാനായിട്ട് അയണിൻ്റെ പിക്കാക്സ് വേണ്ടി വരും. അപ്പോൾ അയണ് നമ്മളെ കയ്യിലുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. അയണിൻ്റെ പിക്കാക്സിൻ്റെ കയ്യിൽ കാണണോ? 7 അയൺ ഇരിക്കുന്നുണ്ട്. 2 അയൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 7 അയൺ
വെച്ചിട്ട് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. എന്നിട്ട് പൊട്ടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് വുഡില്ല ഗൈസ്, അതാണ് പ്രോബ്ലം. കോള് 2 ഇരിക്കുന്നുണ്ട്, ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഫർണസവിടെ ഇത് ഫ്യൂൽ വയ്ക്കുക. ഇതിൻ്റെ കോളില്ലാത്തതാണ് തൽക്കാലം ഇപ്പം നമ്മൾ ഈ ഓക്കിൻ്റെ ഫ്യൂവലായിട്ട് വെച്ചിരിക്കണം. ഇനി ഗൈസ് അതവിടെ ആവട്ടെ. അപ്പോഴത്തേനും കുറച്ച് ആൾക്കാരെ വധിക്കാനുണ്ട്. ഇതിൻ്റെ വർക്കിങ് പിന്നെ എല്ലാവർക്കും അറിയണ കാരണം പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് എല്ലാവർക്കും ഇതിൻ്റെ വർക്കിംഗ് അറിയാം. കാരണം ഇവിടെ എന്താ സ്പോണാകത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഞാൻ ഇതുപോലത്തെ ടോർച്ചും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ എങ്ങനെ സ്പോണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഭയങ്കര ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഇരുട്ടുള്ള സ്ഥലത്ത് മാത്രമേ സോംബീസും സ്കെൽറ്റൻസും ഒക്കെ സ്പോണാവുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് മുഴുവൻ ടോർച്ച് വെച്ച് അടച്ചിരിക്കണം. അത് കാരണം എന്താ ഒന്നും സ്പോണാവില്ല. ഇതിൻ്റെ അകത്ത് ടോർച്ചും അങ്ങനെ ഒന്നുമില്ല, ഫുള്ള് മൂടി നിൽക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് അതിൻ്റെ അടുത്ത് സ്പോണായി വരുന്നത്. പിന്നെ ഇവിടെ ഞാൻ ഈ ഇത് കണ്ടില്ലേ, ഈ പ്ലസ് പോലത്തെ സാധനം, ഇവിടെ ഞാൻ വെള്ളം വെച്ചിട്ട് ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ആ വെള്ളത്തിൽ ഇവർ വീണ് കഴിഞ്ഞാൽ നേരിട്ട് ഇവിടെ വന്ന് വീണോളൂ. അങ്ങനെ കുറച്ച് പാടുണ്ട് ഇത് ഉണ്ടാക്കാം, പക്ഷെ കിട്ടുകഴിഞ്ഞാൽ നല്ല ഉപകാരമാണ്. പിന്നെ ഇങ്ങനെ സ്പോണായിക്കൊണ്ടിരിക്കും. കാരണം ഇന്ത്യയിൽ ഹാർഡിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അത് കാരണം ഇങ്ങനെ സ്പോണായിക്കൊണ്ടേയിരിക്കും, ലിമിറ്റില്ല. പിന്നെ ഇവിടെ ഓക്കിൻ്റെ അത് ആയി ഉണ്ടാവും, ഓക്കിൻ്റെ ട്രീ ഫാം. ഓ പൈസ ഇവിടെ അപ്പുറത്തല്ലേ, അതില്ലേ ഇതിലാ ആ 7 ആയം കിട്ടിയിട്ടുണ്ട്. ബാക്കി വന്ന ആയാണ് ഈ കോഴും. ഇത് ഇവിടെ നെക്സ്റ്റ് പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഓരോരോ ചെസ്റ്റിലേക്ക് ആക്കണം. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോബിൾ സ്റ്റോൺ ഈ ചെസ്റ്റിൽ, ഡയമണ്ട് ഇതിൽ, അയൺ ഇതിൽ, കോപ്പർ ഇതിൽ, എമറാൾഡ് ഇതിൽ, അങ്ങനെ ഓരോരോ ചെസ്റ്റായിട്ട് നമുക്കിത് വെക്കേണ്ടി വരും, എന്നാലേ വൃത്തിക്കിരിക്കുള്ളൂ. അല്ലെങ്കിൽ കണ്ടില്ലേ, അല്ലെങ്കിൽ നോക്കൂ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. നമ്മൾ സാധനങ്ങൾ തിരയേണ്ടി വരും. പിന്നെ മാത്രമല്ല ഇതുപോലെ ഓരോന്നും അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ വരിക, ചെസ്റ്റ് തുറക്കുക, സാധനം എടുക്കുക, എന്നിട്ട് പോരുക, അത്ര ഉള്ളൂ ഗൈസ്. പിന്നെ നമുക്ക് അയണിൻ്റെ ഇതുണ്ടാക്കണം. അയൺ ഉണ്ടാക്കാൻ കിട്ടി, അയൺ പിക്കാക്സ് കിട്ടി. അയൺ പിക്കാക്സ് വെച്ചാൽ സ്കെൽറ്റൻ മാർക്കണം. അപ്പോൾ ചാവും ഗൈസ്, ഇല്ല അപ്പോൾ കൊല്ലും. അയ്യോ എന്താ അടിക്കണം, എന്താട്ടാണ് ഗൈസ് അടിക്കണം. ഓ ചെസ്റ്റ്, ഓ ഗൈസ് അയൺ കിട്ടിയിട്ടുണ്ട്, വാട്ടർ കിട്ടിയിട്ടുണ്ട്, സ്റ്റോണും കിട്ടിയിട്ടുണ്ട്. ഗൈസ് പിന്നെ ഇതിൻ്റെ മേലെ ഈ എന്താ പറയുക, ഈ വാൾ ഇങ്ങനെ വെച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇത് എന്താ പറയുക
സോംബീസ് സ്കെൽറ്റൻസ് ഒക്കെ ഇവിടെ സ്പോണാവും. ഇത് നമ്മൾ പൊട്ടിക്കാനനുസരിച്ച് സോംബീസ് സ്കെൽറ്റൻസ് ക്രീപ്പറൊക്കെ ഇവിടെ സ്പോണും. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഈ വാൾ വെച്ചിട്ട് അടച്ചുള്ളത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് തുറക്കാം, ഇത് പൊട്ടിക്കൽ സാധനങ്ങൾ എടുക്കുക പോരുക. പിന്നെ ഇവിടെ ഈ ഒരു കുഴിയുള്ള കാരണം നമുക്ക് സുഖമായിട്ട് പൊട്ടിക്കും ചെയ്യാം. പിന്നെ വാൾ നമുക്ക് കളയാം. എവിടെ പോയി ഞാനിപ്പോൾ കളയാം. പൈസ നമ്മൾ എന്താ പറയുക, ഇത് ഉണ്ടാക്കാൻ പറ്റാണ് എന്നാൽ അത്ര നമ്മുടെ കയ്യിൽ കോബിൾ സ്റ്റോൺ കയ്യിലിരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അത്ര കോബിൾ സ്റ്റോൺ നമുക്ക് വേണം. അപ്പോൾ നമുക്കിത് പൊട്ടിക്കേണ്ടി വരും. അയ്യോ പൈസ കുഴപ്പമില്ല. അത്രയും കോബിൾ സ്റ്റോൺ നമുക്ക് കയ്യിൽ വേണം. വലിയൊരു ബിൽഡ് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. ഗൈസ് ഞാനൊന്ന് സ്പീഡാക്കുന്നുണ്ട്. ഗൈസ് അതില ഗൈസ് ഇപ്പം എത്ര എണ്ണം കിട്ടി? ആകെ 25 കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ മേലെയാണ് ഗൈസ്. എനിക്ക് ഇതാ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇത് കാണണം. നമുക്ക് തുടങ്ങി നോക്കാം. ജസ്റ്റ് ഒന്നും ആവാൻ പോകുന്നില്ല. കുറേ കോബിൾ സ്റ്റോൺ നമുക്ക് കയ്യിൽ വേണ്ടി വരും. സ്റ്റോണും വേണ്ടി വരും. അപ്പോൾ നമ്മൾ ചാടിയിട്ട് വെള്ളം വെച്ച് ഇതാക്കാൻ പറ്റില്ലേ? അറിയാതൊന്നും ചാടിയത് ശരിയായില്ല. നമ്മൾ ബെഡ് കയ്യിലുണ്ട്. അപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മളെ കയ്യിലിരിക്കുന്നുണ്ട്. ഇനി ഇതുണ്ടാക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളിത് ഉണ്ടാക്കും. ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കണം വിചാരിക്കും. ഇപ്പോൾ അത്യാവശ്യമായി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇത് ഉണ്ടാക്കണമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.